ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. ആദ്യം പ്രധാന വാർത്തകൾ. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പുതുക്കാട് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. ദേശീയപാത മുരിങ്ങൂരിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. ജില്ലയിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ട്. വാർത്തകൾ വിശദമായി. പുതുക്കാട് കെട്ടുകണക്കിന് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ വിവിധ സെന്ററുകളിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് പാഴായി റോഡിലെ അരമന പാലത്തിനു സമീപത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. രാവിലെ നാട്ടുകാരാണ് റോഡിൽ കിടക്കുന്ന ചോദ്യപേപ്പറുകൾ കണ്ടത്. 2025 സെപ്റ്റംബറിൽ PSC നടത്തിയ വിവിധ തസ്തികകളിലേക്കുള്ള പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് റോഡിൽ നിന്നും കിട്ടിയത്. പരീക്ഷയ്ക്ക് ശേഷം ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ അതാത് PSC ജില്ലാ ഓഫീസുകളിൽ സൂക്ഷിക്കുകയാണ് പതിവ്. ഇത്തരത്തിൽ ജില്ലയിലെ ബാക്കി വരുന്ന ചോദ്യപേപ്പറുകൾ കരാറുകാർക്ക് കൈമാറും. കരാറുകാർ ചോദ്യപേപ്പറുകൾ തിരുവനന്തപുരത്തുള്ള PSC ഓഫീസിൽ എത്തിക്കണം. ഇങ്ങനെ കൊണ്ടുപോകുന്നതിനിടെ വാഹനത്തിൽ നിന്ന് വീണുപോയതാകാം എന്നാണ് അധികൃതർ പറയുന്നത്. കളഞ്ഞുകിട്ടിയ ചോദ്യപേപ്പറുകൾ പുതുക്കാട് സ്റ്റേഷനിലേക്ക് കൈമാറി. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. അവിട്ടത്തൂർ സ്കൂളിന് സമീപമായിരുന്നു അപകടം. കൊറ്റനല്ലൂർ പട്ടേപ്പാടം സ്വദേശി മംഗലത്തറ വീട്ടിൽ 38 വയസ്സുള്ള ആസിഫ ആണ് മരിച്ചത്. ഇസാഫ് ബാങ്കിന്റെ ചേർപ്പ് ബ്രാഞ്ചിലെ അസിസ്റ്റന്റ് മാനേജറാണ് ആസിഫ. ആളൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ചേലക്കര ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് അപകടത്തിൽ 13 പേർക്ക് പരിക്കേറ്റു. മൂവാറ്റുപുഴയിലേക്ക് പോവുകയായിരുന്ന KSRTC ബസും തിരുവല്ലാമലയിലേക്ക് പോകുന്ന സ്വകാര്യ ബസുമാണ് കൂട്ടിയിടിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ KSRTC ബസിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. ഡ്രൈവറെ പുറത്തെടുക്കാൻ സാധിക്കാത്ത വിധം ക്യാബിനിൽ കുടുങ്ങിയത് രക്ഷാപ്രവർത്തനം ദുഷ്കരമാക്കി. പുതുക്കാട് മറവാഞ്ചേരിയിൽ സ്വകാര്യ ബസും കാറും കൂട്ടിയിടിച്ച് അപകടം. പുതുക്കാട് അപകടത്തിൽ ചെങ്ങാലൂർ സ്വദേശികളായ കാർ യാത്രക്കാരായ 2 പേർക്ക് നിസ്സാര പരിക്കേറ്റു. മുപ്പിളിയത്തുനിന്ന് പുതുക്കാട് ഭാഗത്തേക്ക് വരികയായിരുന്ന അരങ്ങത്ത് ബസിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. ബസ് യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽ വാഹനങ്ങളുടെ മുൻവശം തകർന്നു. കയ്പമംഗലത്ത് കനത്ത മഴയിൽ വീട് തകർന്നു. ചളിങ്ങാട് ഒറ്റത്തൈ സെന്ററിന് കിഴക്ക് പൂപ്പുള്ളി വീട്ടിൽ അബ്ദുൽ ഹക്കീം മൗലവിയുടെ വീടാണ് തകർന്നത്. ഓടിറ്റ വീടിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. സംഭവസമയം വീട്ടിൽ ആളുണ്ടായിരുന്നില്ല. പഞ്ചായത്ത് വില്ലേജ് അധികൃതർ സ്ഥലത്തെത്തിയിരുന്നു. ദേശീയപാത മുരിങ്ങൂരിൽ മണിക്കൂറുകളോളം വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു. കനത്ത മഴയെ തുടർന്ന് ദേശീയപാതയിലെ അടിപ്പാത നിർമ്മാണം നടക്കുന്ന മുരിങ്ങൂരിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ് ഗതാഗത കുരുക്കിനിടയാക്കിയത്. തൃശൂർ എറണാകുളം പാതയിലാണ് വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടത്. വെള്ളക്കെട്ടിനെ തുടർന്ന് വാഹനങ്ങൾ പതുക്കെ പോകുന്നതാണ് ഗതാഗത കുരുക്കിന് കാരണമാക്കിയത്. മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നതോടെയാണ് ഓടകളിലും മറ്റും നിറഞ്ഞ വെള്ളം റോഡിലേക്ക് എത്തിയത്. സമീപത്തെ ചില വീടുകളിലെ കാർപോർച്ചുകളിലേക്കും വെള്ളമെത്തി. ശക്തമായ മഴയ്ക്ക് സാധ്യത ഉള്ളതിനാൽ തൃശൂർ ജില്ലയിൽ വ്യാഴാഴ്ചയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം കൂടി മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു.
വടക്കൻ തമിഴ്നാടിന് മുകളിൽ ന്യൂനമർദ്ദപാത്തി സ്ഥിതി ചെയ്യുന്നതാണ് മഴയ്ക്ക് കാരണം. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. വാർത്തകളിലേക്ക് വീണ്ടും. വിൽപ്പനയ്ക്കെത്തിച്ച കഞ്ചാവും ഹാഷിഷ് ഓയിലുമായി യുവാവ് ചാവക്കാട് പോലീസിന്റെ പിടിയിലായി. ഒരുമനയൂർ തൈക്കടവ് സ്വദേശി ശ്രീജേഷാണ് പിടിയിലായത്. 246 ഗ്രാം കഞ്ചാവും 40 ഗ്രാം ഹാഷിഷ് ഓയിലും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. കഞ്ചാവ് തൂക്കിക്കൊടുക്കുന്നതിനുള്ള ഇലക്ട്രോണിക് ത്രാസും പ്രതിയിൽ നിന്നും കണ്ടെടുത്തു. ചാവക്കാട് സബ് ഇൻസ്പെക്ടർ സജിത് മോന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കൊടുങ്ങല്ലൂർ മേത്തലയിൽ ആൾതാമസമില്ലാത്ത വീട്ടിലെ മോട്ടോറും വാട്ടർ ടാപ്പുകളും മോഷണം പോയി. ചെമ്മനാട്ട് ബാസിലിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ബാസിലും കുടുംബവും വിദേശത്താണ്. സമീപത്ത് താമസിക്കുന്ന ബാസിലിന്റെ പിതാവ് ബഷീർ ടാങ്കിൽ വെള്ളം നിറയ്ക്കാൻ എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. മോട്ടോറിൽ ഘടിപ്പിച്ചിരുന്ന പൈപ്പ് മുറിച്ചാണ് മോഷണം നടത്തിയത്. ഗതാഗത തിരക്കേറിയ കാഞ്ഞാണി സെന്ററിൽ തെരുവ് നായ ശല്യം രൂക്ഷം. വാഹനയാത്രക്കാരും കാൽനടയാത്രക്കാരും തെരുവുനായ ശല്യം മൂലം വലയുകയാണ്. നായ്ക്കൾ റോഡ് കയ്യേറുമ്പോൾ വാഹനങ്ങൾ നിർത്തിയിടേണ്ട സാഹചര്യവും പതിവാവുകയാണ്. ഗതാഗതം നിയന്ത്രിക്കാൻ നിൽക്കുന്ന ഹോംഗാർഡിനും നായ്ക്കൾ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. 20-ലേറെ നായ്ക്കൾ കാഞ്ഞാണി സെന്ററിൽ മാത്രം അലഞ്ഞുതിരിയുന്നുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. എത്രയും വേഗം പ്രശ്നത്തിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെയും വ്യാപാരികളുടെയും ആവശ്യം. മതിലകത്ത് തെങ്ങിന് മുകളിൽ അകപ്പെട്ട പൂച്ചയെ ഫയർഫോഴ്സ് താഴെയിറക്കി. കൂളിമുട്ടം തട്ടുങ്ങൽ സെന്ററിന് സമീപം മുൻ മെമ്പർ ഹസീന ഫത്താഹിന്റെ വീട്ടിലെ വളർത്തുപൂച്ചയാണ് വീടിനോട് ചേർന്ന തെങ്ങിൽ കയറിയത്. കഴിഞ്ഞ ദിവസം നായ്ക്കൾ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് പൂച്ച പ്രാണരക്ഷാർത്ഥം തെങ്ങിൽ കയറിയത്. എന്നാൽ ഒരു ദിവസം കഴിഞ്ഞിട്ടും പൂച്ചയ്ക്ക് ഇറങ്ങാൻ കഴിയാതായതോടെ വീട്ടുകാർ ഫോറസ്റ്റ് RRT അംഗം അൻസാരിയെ വിവരമറിയിക്കുകയും ഫയർഫോഴ്സിന്റെ സഹായം തേടുകയുമായിരുന്നു. കൊടുങ്ങല്ലൂർ ഫയർഫോഴ്സിന്റെ സഹായത്തോടെ വീട്ടുടമ ഫത്താഹ് തന്നെയാണ് തെങ്ങിന് മുകളിൽ കയറി പൂച്ചയെ സുരക്ഷിതമായി താഴെയിറക്കിയത്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളുമായി ദേശപ്പോര്. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ 13-ാം വാർഡിൽ LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സാവിത്രി രാമചന്ദ്രൻ നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ്. ഇത് 3-ാം തവണയാണ് പറേരി വീട്ടിൽ സാവിത്രി ജനവിധി തേടുന്നത്. പ്രായം 67 പിന്നിട്ടെങ്കിലും തളരാത്ത പോരാട്ട വീര്യവുമായാണ് 13-ാം വാർഡായ കിഴക്കുമുറിയിൽ വീണ്ടും സാവിത്രി രാമചന്ദ്രൻ മത്സരത്തിനിറങ്ങുന്നത്. കാലങ്ങളായി പ്രദേശത്തെ ജനങ്ങൾ നേരിടുന്ന കുടിവെള്ള പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്ന ആഗ്രഹമാണ് സാവിത്രിക്കുള്ളത്. 4 പതിറ്റാണ്ടോളം വെറ്റിനറി യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരിയായിരുന്ന സാവിത്രി 2013-ലാണ് സർവീസിൽ നിന്നും വിരമിക്കുന്നത്. തുടർന്ന് 2015-ൽ പാർട്ടിയുടെ ആവശ്യപ്രകാരം ആദ്യമായി മത്സരത്തിനിറങ്ങി. നല്ല ഭൂരിപക്ഷത്തോടെ വിജയിച്ചു. അന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടു. 2ാം തവണ വിജയിച്ചപ്പോൾ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായിരുന്നു. ജനങ്ങളുടെ ഏതാവശ്യത്തിനും മുന്നിൽ നിൽക്കുന്ന സാവിത്രി തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് ഇത്തവണയും മത്സരത്തിനിറങ്ങുന്നത്. വിജയസാധ്യത കൂടുതലാണ്. നാട്ടിലെ ജനങ്ങളെ അത്രയ്ക്കധികം സ്നേഹിക്കുന്നുണ്ട്. ഞാൻ ജനങ്ങളെയും ജനങ്ങൾ എന്നെയും. അതുകൊണ്ടാണ് 3-ാം തവണയും നിൽക്കുന്നത്. പൊതുവെ അവരിൽ ഒരാളായി മാറുകയാണ് ഞാൻ. അതുപോലെ മെമ്പറായിട്ടല്ല ഞാൻ എന്നെ കാണുന്നത്. ജനങ്ങളും എന്നെ ഒരു സഹോദരിയായിട്ട് ഒരു അമ്മയായിട്ടാണ് അവർ കാണുന്നത്. എനിക്കും അങ്ങനെയാണ് ഇഷ്ടം. മെമ്പർ എന്ന് പറയാൻ എനിക്ക് താല്പര്യം കുറവാണ്. നിങ്ങളെന്നെ ചേച്ചിയെന്നോ അതുപോലെ അമ്മയെന്നോ ഒക്കെ വിളിച്ചാൽ മതി. എനിക്ക് നിങ്ങളിൽ ഒരാളായി മാറാനാണ് ഇഷ്ടം. അങ്ങനെയാണ് ഞാൻ പെരുമാറുന്നത്.
ഏതൊരാവശ്യത്തിനും പാതിരാത്രിയിൽ പോലും വെളിപ്പുറത്തെത്തുന്ന സാവിത്രി രാമചന്ദ്രൻ പൊതുപ്രവർത്തകർക്ക് മാതൃകയാണ്. കോവിഡ് കാലത്ത് അതിഥി തൊഴിലാളിയുടെ പ്രസവത്തിന് അവരോടൊപ്പം 5 ദിവസം ജില്ലാ ആശുപത്രിയിൽ കൂട്ടിരിപ്പുകാരിയായതും ഈ ജനപ്രതിനിധിയാണ്. AIYF ജില്ലാ സെക്രട്ടറിയായ പ്രസാദ് പറയേരിയുടെ മാതാവാണ് സാവിത്രി രാമചന്ദ്രൻ. TCV ന്യൂസ്, തൃശൂർ. വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വികസന ഫണ്ടുകൾ ശരിയായ രീതിയിൽ ഉപയോഗപ്പെടുത്തിയില്ലെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ ആരോപിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്തിലെ ഐക്യജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗ്രാമീണ റോഡുകളുടെ ശോചനീയാവസ്ഥ, തീരദേശ മേഖലയിലെ ഉപ്പുവെള്ള ഭീഷണി തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ പരിഹാരം കാണാൻ അധികൃതർക്കായില്ലെന്നും TN പ്രതാപൻ കൂട്ടിച്ചേർത്തു. കൺവെൻഷനിൽ മണ്ഡലം പ്രസിഡന്റ് PP സ്റ്റീഫൻ അധ്യക്ഷത വഹിച്ചു. മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് CA റഷീദ്, KPCC സെക്രട്ടറി MP വിൻസെന്റ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തു. ഗ്രേസി ജേക്കബ്, PM മുഹസിൻ, NP അലിമോൻ, അസ്ഗർ അലി M തങ്ങൾ, PK രാജൻ, ലിജി റോയ് എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. നഗരസഭയിൽ ശ്രദ്ധേയമായ മത്സരം നടക്കുന്ന വാർഡാണ് 16-ാം വാർഡായ ചാവക്കാട് ടൗൺ. തുടർച്ചയായി 20 വർഷക്കാലം LDF പ്രതിനിധാനം ചെയ്യുന്ന വാർഡ് പിടിക്കാൻ ശക്തമായ പോരാട്ടത്തിലാണ് UDF. മുൻ നഗരസഭാ കൗൺസിലറും CPM ഏരിയ കമ്മിറ്റി അംഗവുമായ AH അക്ബറാണ് LDF സ്ഥാനാർത്ഥി. ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയും റൂറൽ ബാങ്ക് ഡയറക്ടറുമായ RK നൌഷാദിനെയാണ് UDF കളത്തിലിറക്കിയിരിക്കുന്നത്. AK വേലായുധനാണ് BJP സ്ഥാനാർത്ഥി. LDF സ്ഥാനാർത്ഥിയായ AH അക്ബർ 3-ാം മത്സരത്തിനാണ് ഇറങ്ങുന്നത്. 2005-ലും 2015-ലും ഈ വാർഡിൽ നിന്ന് കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. വളരെ പിന്നോക്കാവസ്ഥയിലുണ്ടായിരുന്ന വാർഡിൽ ഇടതുപക്ഷ കൗൺസിലർമാരുടെ വികസന പ്രവർത്തനം മൂലം വലിയ മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞെന്ന് AH അക്ബർ പറഞ്ഞു. 2005-ലും 2015-ലും ഞാനിവിടെ മത്സരിച്ചതാണ്. ഇവിടെ ഞാൻ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അല്ല അറിയപ്പെടുന്നത്. ഈ പ്രദേശത്തെ എല്ലാ കുടുംബങ്ങളുമായും അവരുടെ ഒരു അംഗം, ആ കുടുംബത്തിലൊരു അംഗം എന്ന നിലയിലാണ് എന്നെ പരിഗണിക്കുന്നത്. ഞാൻ കൗൺസിലറായതിനു ശേഷമാണ് ഈ വാർഡ് വളരെ പിന്നോക്കം നിന്നിരുന്ന പട്ടണത്തോട് ചേർന്ന് കിടക്കുന്നൊരു വാർഡ്, ചേരി പ്രദേശങ്ങൾ കൂടുതലുള്ള ഒരു ഭാഗമായിരുന്നു. 20 വർഷമായി ചാവക്കാട് നഗരസഭയിൽ ഈ വാർഡ് ഇടതുപക്ഷമാണ് ജയിച്ചിട്ടുള്ളത്. അതിനുശേഷം വലിയ മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. എന്നാൽ 20 വർഷക്കാലം നഗരസഭയും വാർഡ് കൗൺസിലറും ഇടതുപക്ഷത്തു നിന്നുണ്ടായിട്ടും ഈ വാർഡിന്റെ ദുരിതം മാറിയിട്ടില്ലെന്ന് UDF സ്ഥാനാർത്ഥി RK നൌഷാദ് പറയുന്നു. ചാവക്കാട് നഗരസഭ 20 വർഷം ഭരിച്ചിട്ട് തെക്കഞ്ചേരി നിവാസികളുടെ ദുരിതം കാണാൻ ഇതുവരെ നിലവിലുണ്ടായിരുന്ന കൗൺസിലർമാർക്ക് കഴിഞ്ഞിട്ടില്ല. ഈ മഴക്കാലം വന്നാൽ മറ്റേ പാവപ്പെട്ടവരെ മാറി താമസിപ്പിക്കാൻ പറ്റുന്ന ഒരു സംവിധാനം മുനിസിപ്പാലിറ്റി ചെയ്യാറില്ല. നെട്ടോട്ടമാണ്, കുടുംബങ്ങളിലേക്ക് നെട്ടോട്ടം ഓടേണ്ട ഗതികേടാണ്. അതുപോലെ തന്നെ സാധാരണ നിലയിൽ എല്ലാ മാസവും പെൻഷൻ കൊടുക്കാൻ ഇവർ കഴിയുന്നില്ല. 4-5 മാസം കൂടുമ്പോഴാണ് സാധാരണഗതിയിലുള്ള പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ തന്നെ കൊടുക്കുന്നത്. അതും 2, 4, 5 മാസമൊക്കെ ഡ്യൂ ഇട്ടിട്ടാണ് പിന്നെ 2 മാസം 1 മാസം കൊടുക്കുന്നത്. ഈ പൈസ കിട്ടിക്കൊണ്ടാണ് പല ആളുകൾക്കും ഉപകാരമുള്ളത്. അതും കൂടി കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് നിലവിലുള്ളത്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ വാർഡിലുള്ള ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. വാർഡിൽ ശക്തി തെളിയിക്കാനുള്ള ഒരുക്കത്തിലാണ് BJPക്ക് അവസരം ലഭിച്ചാൽ നിരവധി കേന്ദ്ര പദ്ധതികൾ കൊണ്ടുവരുമെന്ന് സ്ഥാനാർത്ഥി AK വേലായുധൻ വ്യക്തമാക്കി. TCV ചാവക്കാട്. വേലൂർ പഞ്ചായത്തിൽ ഭരണത്തിനായി മുന്നണികൾ തമ്മിൽ ശക്തമായ പോരാട്ടമാണ് നടക്കുന്നത്. ഇരു മുന്നണികൾക്കും സ്വാധീനമുള്ള പഞ്ചായത്താണെങ്കിലും കഴിഞ്ഞ 2 തവണയും LDF ആണ് ഭരണം കൈയാളുന്നത്. 2 ഭരണസമിതിയിലും BJP അംഗങ്ങളുണ്ടായിരുന്നു എന്നതും എടുത്തു പറയേണ്ട പ്രത്യേകതയാണ്. മഹാനായ അർണോസ് പാദ്രിയുടെ കാൽപാദം പതിഞ്ഞ മണ്ണ്.
മാറുമറയ്ക്കൽ സമരം, കനാൽ സമരം, ഭൂസമരം തുടങ്ങി ഒട്ടനവധി വിപ്ലവ പോരാട്ടങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച നാട്. കലയും രാഷ്ട്രീയവും ഇഴചേർന്ന് കിടക്കുന്ന വേലൂർ പഞ്ചായത്ത് ഭരണത്തിനായി മുന്നണികൾ ശക്തമായ പോരാട്ടമാണ് നടത്തുന്നത്. കലാഗ്രാമമായ വേലൂർ പ്രസിദ്ധരായ ഒട്ടനവധി കലാസാഹിത്യകാരന്മാർക്ക് ജന്മം നൽകിയിട്ടുണ്ട്. വിപ്ലവ സമര പോരാട്ടങ്ങളുടെ ഭൂമികയായതിനാൽ ഇവിടുത്തെ തദ്ദേശ പോരാട്ടത്തിന് വീറും വാശിയും കൂടുതലാണ്. LDFനും UDFനും BJPക്കും ഒരുപോലെ വേരോട്ടമുള്ള മണ്ണാണിപ്പോൾ വേലൂർ. അതിനാൽ തന്നെ ശക്തമായ ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം വാർഡുകളിലും നടക്കുന്നത്. UDFും LDFും മാറി മാറി ഭരിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 2 തവണ തുടർച്ചയായി പഞ്ചായത്ത് ഭരണം കൈയാളിയത് LDF ആണ്. 2020 LDF 9, UDF 7, BJP 1 എന്നിങ്ങനെയാണ് കക്ഷിനില. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിന്റെ നേട്ടങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് LDF തെരഞ്ഞെടുപ്പിന് നേടുന്നത്. വേലൂർ പഞ്ചായത്തിലെ ഭരണം 10 വർഷം പിന്നിടുകയാണ്. ഈ 10 വർഷം പിന്നിടുമ്പോൾ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ അടുത്ത തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ 10 വർഷങ്ങളിൽ എന്ന് പറഞ്ഞാൽ സമഗ്ര വികസനത്തിൻ്റെ 10 വർഷങ്ങളാണ്. അത് ഒരു മേഖല എന്നുള്ളതല്ല, എല്ലാ മേഖലകളിലും സമഗ്രമായ പുരോഗതി കൊണ്ടുവരാൻ ഈ ഭരണസമിതികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറെ യാഥാർത്ഥ്യകരമായ ഒരു കാര്യം. വേലൂരിൻ്റെ സമസ്ത മേഖലകളിലും പുരോഗതി കൈവരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു ഭരണസമിതി കഴിഞ്ഞ 10 വർഷങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നു. ഏറെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് വേലൂരിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത്, മുന്നോട്ട് വയ്ക്കുന്നത് ഞങ്ങൾ നേരിടുന്നു. എന്നാൽ 10 വർഷത്തെ LDF ഭരണം വലിയ പരാജയമായിരുന്നെന്നും സർവ്വമേഖലയിലും വികസന മുരടിപ്പാണ് സൃഷ്ടിച്ചതെന്നും കോൺഗ്രസ് ആരോപിക്കുന്നു. 2020 വേലൂർ ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം വേലൂരിലെ ജനങ്ങളെ മുഴുവൻ പറ്റിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. വലിയ രീതിയിൽ പറഞ്ഞ് കൊട്ടിഘോഷിച്ച ജനങ്ങൾക്കും കൃഷിക്കാർക്കും ഏറെ ആവശ്യമുള്ള കിടായിപ്പാടം പദ്ധതി വെള്ളത്തിലായത് നമ്മളൊക്കെ കണ്ടാവും. അതുപോലെ തന്നെ ഈ വേലൂർ പഞ്ചായത്തിലെ ഗ്രാമീണ റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുക. ജലജീവൻ മിഷന്റെ ഭാഗമായിട്ട് പൊളിച്ചിട്ട റോഡുകളുടെ അറ്റകുറ്റപ്പണികൾ കരാറുകാരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോലും ഈ ഭരണസമിതി ചെറുവിരൽ അനക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ട് ജനങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വിഷമമുള്ള ഒരു പദ്ധതിയായിട്ടിരിക്കുന്നത്. നമുക്കറിയാം 2015 മുതൽ ഈ വേലൂർ ഗ്രാമപഞ്ചായത്ത് ഭരിക്കുന്നത് ഇടതുപക്ഷ മുന്നണിയാണ്. പക്ഷെ 10 വർഷമായിട്ടും വേലൂരിന്റെ വികസനം 10 വർഷമല്ല 20 വർഷം പിന്നോട്ട് പോയി എന്ന് ഇവിടുത്തെ ആർക്കും നോക്കിക്കഴിഞ്ഞാലും കാണാവുന്ന അവസ്ഥയാണ്. പഞ്ചായത്ത് മാറി മാറി ഭരിച്ച LDFും UDFും ജനദ്രോഹ ഭരണമാണ് കാഴ്ചവെച്ചതെന്നും എടുത്തു പറയാൻ കഴിയുന്ന ജനോപകാരപ്രദമായ ഒരു പദ്ധതി പോലും ഇല്ലെന്നും BJP ആരോപിക്കുന്നു. വേലൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തകർന്നടിഞ്ഞ റോഡുകളാണ്. അതിനൊരു എക്സാമ്പിളാണ് ചുങ്കം മുണ്ടൂർ റോഡ്. അതുപോലെ തന്നെ പൂർത്തീകരിക്കാത്ത ജൽജീവൻ മിഷൻ പദ്ധതി. നമ്മുടെ റോഡുകളൊക്കെ കുത്തിപ്പൊളിച്ച് പൈപ്പുകൾ ഇട്ടുപോയിട്ട് മെയിൻറ്റെയിൻസ് വർക്കിന് ഫണ്ട് ഉണ്ടെങ്കിൽ പോലും അത് ചെയ്യാതെ റീടാറിങ്ങിനായിട്ട് ടെൻഡർ കഴിഞ്ഞിട്ടുള്ള റോഡുകൾ ബാക്കിയായി കിടക്കുകയാണ്. വേലൂർ ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോഴും കുടിവെള്ളം കിട്ടാത്ത കുടുംബങ്ങൾ ഇനിയും ബാക്കിയായി നിൽക്കുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ ജനദ്രോഹപരമായ കാര്യങ്ങൾ മാത്രമാണ് ഈ LDF ഭരണസമിതി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്കിതിനെ മുന്നോട്ട് വന്ന് ഭാരതീയ ജനതാ പാർട്ടി ഇതിനൊരു മറുപടിയായി തന്നുകൊണ്ട് തന്നെ ഭരണസമിതി പിടിച്ചെടുക്കുമെന്ന് പറയും. തുടർ ഭരണം ലഭിക്കുമെന്ന് LDFും എന്നാൽ ജനദ്രോഹ ഭരണത്താൽ ഇത്തവണത്തെ ജനവിധി അനുകൂലമാകുമെന്ന് UDFും കഴിഞ്ഞ തവണ അപേക്ഷിച്ച് ഇത്തവണ വലിയ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയുമെന്ന് BJPയും അവകാശപ്പെടുന്നു. പോരാട്ട വീര്യമുള്ള മണ്ണാണ് വേലൂർ പഞ്ചായത്ത്. ഭരണ മികവുകൾ ഉയർത്തിക്കാട്ടി തുടർ ഭരണത്തിനായി LDF ശ്രമിക്കുമ്പോൾ ഭരണകോട്ടങ്ങൾ എടുത്തു പറഞ്ഞ് നഷ്ടപ്പെട്ട ഭരണം തിരിച്ചുപിടിക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് UDF. നില കൂടുതൽ മെച്ചപ്പെടുത്തി ഭരണസമിതിയിൽ നിർണായക സ്വാധീനം ചെലുത്തുവാനുള്ള തയ്യാറെടുപ്പിലാണ് BJPയും. ക്യാമറ പേഴ്സൺ ഇബ്രാഹിം പഴൂരിനോടൊപ്പം AM റഷീദ്, എരുമപ്പെട്ടി. മറ്റു വാർത്തകൾ നോക്കാം. ചേർപ്പ് ഞെരുക്കാവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചൂട്ടേറ് ചടങ്ങ് ഭക്തി നിർഭരമായി. നൂറുകണക്കിന് ഭക്തർ സാക്ഷിയായി ആലിനു സമീപം ഒരുക്കിവെച്ചിരുന്ന ചൂട്ടുകളിലേക്ക് ശ്രീകോവിലിൽ നിന്നും കൊണ്ടുവന്ന ദീപം പകർന്നു. ഊരായ്മ കുടുംബത്തിലെ ഉപനയനം കഴിഞ്ഞ 3 ബാലന്മാരാണ് 2 കൈകളിലും കത്തിച്ച ഓലച്ചൂട്ടുകൾ പിടിച്ച് ഞെരൂരപ്പന് ഹരിയോം ഹരി എന്നുച്ചരിച്ച് 3 തവണ ക്ഷേത്രപ്രദക്ഷിണം ചെയ്ത് പ്രദക്ഷിണം കഴിഞ്ഞതിന് ശേഷം ക്ഷേത്രത്തിന് മുൻവശത്തുള്ള ആലിലേക്കാണ് കത്തിച്ച ചൂട്ടുകൾ ആദ്യം എറിഞ്ഞത്. തുടർന്ന് പ്രായവ്യത്യാസമില്ലാതെ നിരവധി ബ്രാഹ്മണ ബാലന്മാർ ചൂട്ടേറിൽ പങ്കാളികളായി. ശ്രീമദ് ഭാഗവത സത്രസമിതിയുടെ 11 ദിവസം നീണ്ടുനിൽക്കുന്ന തൃതീയ ശ്രീനാരായണീയ മഹാസത്രത്തിന് വ്യാഴാഴ്ച ഗുരുവായൂരിൽ തുടക്കമാകുമെന്ന് സംഘാടകർ അറിയിച്ചു.
തെക്കേനടയിലെ ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി.കെ. വിജയൻ ഉദ്ഘാടനം നിർവഹിക്കും. കേരളത്തിലെ 300ഓളം നാരായണീയ സമിതികളിൽ നിന്നുള്ളവർ 11 ദിവസങ്ങളിലായി നാരായണീയത്തിലെ 10 ദശകങ്ങൾ വീതം അരമണിക്കൂർ സമയത്തിൽ വായിച്ച് സമർപ്പിക്കും. തോട്ടം ശ്യാമൻ നമ്പൂതിരിയാണ് സത്രത്തിന്റെ ആചാര്യൻ. പി.എസ്. ശ്രീകുമാർ, എസ്. നാരായണസ്വാമി, ശിവൻ പാലിയത്ത്, വസുമതി നായർ, ശാന്ത വാരസ്യാർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ത്രയോദശി ഊട്ടോടെ ഗുരുവായൂർ ഏകാദശി ചടങ്ങുകൾ സമാപിച്ചു. തന്റെ ആശ്രിതനായിരുന്ന ഒരു ഭക്തന് ഗുരുവായൂരപ്പൻ ശ്രാദ്ധം നടത്തുന്നുവെന്നാണ് ത്രയോദശി ഊട്ടിന്റെ സങ്കല്പം. അന്നലക്ഷ്മി ഹാളിൽ നടന്ന ഊട്ടിൽ ആയിരങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രത്തിൽ വൈകിട്ട് ശ്രീഭൂതബലിയും ഉണ്ടായിരുന്നു. മാള BRCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ലോക ഭിന്നശേഷി ദിനാചരണം മാള ഉപജില്ലാ HM ഫോറം കൺവീനർ റോബി ജോസ് ഉദ്ഘാടനം ചെയ്തു. BBC ഡോക്ടർ P. ലിജു അധ്യക്ഷയായി. യൂട്യൂബർ കുഞ്ഞുമോനും കുഞ്ഞുമക്കളും അതിഥികളായിരുന്നു. വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. തുടർന്ന് കുട്ടികളുടെയും പരിശീലകരുടെയും കലാപരിപാടികൾ ഉണ്ടായിരുന്നു. ഭിന്നശേഷി ദിനാചരണത്തോടനുബന്ധിച്ച് ഏനാമാവിൽ വിളംബര ജാഥ സംഘടിപ്പിച്ചു. സെന്റ് ജോസഫ് ഹൈസ്കൂളിലെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് അംഗങ്ങളും JRC അംഗങ്ങളും ചേർന്നാണ് ജാഥ നടത്തിയത്. മുല്ലശ്ശേരി BRC ഫസ്റ്റ് അസിസ്റ്റന്റ് ജിസി പോൾ ഫ്ളാഗ് ഓഫ് ചെയ്തു. ജാഥയ്ക്ക് കരുവന്തല സെന്ററിൽ സ്വീകരണം നൽകി. തുടർന്ന് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചു. ഭിന്നശേഷി സമൂഹത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് അധ്യാപകരും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ക്യാൻവാസിൽ ഒപ്പുവെച്ചു. ഭിന്നശേഷി ദിനത്തോടനുബന്ധിച്ച് ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളുകളെ പങ്കെടുപ്പിച്ച് തങ്ങാലൂർ ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂളിൽ സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ജില്ലയിലെ 15 സ്കൂളുകൾ പങ്കെടുത്തു. ചാവറ ഭവനിൽ നിന്നും ആരംഭിച്ച വിളംബര ജാഥ ദേവമാത CMI ഇന്റർനാഷണൽ സ്കൂൾ ജോയിന്റ് ഡയറക്ടർ ഫാദർ ബെന്നി പെങ്ങിപ്പറമ്പിൽ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവമാത പ്രൊവിൻഷ്യൽ ഫാദർ ജോസ് നന്ദിക്കര അധ്യക്ഷനായി. സ്നേഹസംഗമം വയലിനിസ്റ്റും ഗ്രാമി അവാർഡ് ജേതാവുമായ മനോജ് ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോൺസൺ അന്തിക്കാട്ട്, ഫാദർ ജോർജ് തോട്ടാൻ, ഫാദർ സന്തോഷ് മുണ്ടൻമാണി, പ്രൊഫസർ ജോസ് എലുവത്തിങ്കൽ എന്നിവർ സംസാരിച്ചു. സമഗ്ര ശിക്ഷ കേരളയും ചാവക്കാട് BRCയും സംയുക്തമായി ചേറ്റുവയിൽ അന്താരാഷ്ട്ര ഭിന്നശേഷി ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ DPC ഡോക്ടർ NJ ബിനോയ് ഉദ്ഘാടനം ചെയ്തു. ചാവക്കാട് BPC MT സംഗീത അധ്യക്ഷത വഹിച്ചു. ചലച്ചിത്ര താരം ശിവജി ഗുരുവായൂർ, മിമിക്രി കലാകാരൻ കലാഭവൻ ബാദുഷ, ഗായിക ഷെയ്ഖ് അബ്ദുള്ള തുടങ്ങിയവർ സംസാരിച്ചു. ജോലി വാഗ്ദാനം ചെയ്ത് ഭർതൃമതിയായ സ്ത്രീയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി ലൈംഗിക അതിക്രമം നടത്തിയ കേസിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂർ സ്വദേശി ഇയാനി കോറോത്ത് വീട്ടിൽ സന്തോഷാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ DYSP PC ബിജുകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. കോനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടമി മഹോത്സവവും അയ്യപ്പൻ വിളക്ക് ആഘോഷവും ഈ മാസം 5 മുതൽ 12 വരെ നടക്കും. വെള്ളിയാഴ്ച 7 മണിക്ക് പുതിയതായി നിർമ്മിച്ച സ്റ്റേജിന്റെ സമർപ്പണം നടക്കും. ശനിയാഴ്ച വൈകിട്ട് 6-ന് കൊടിയേറ്റം നടക്കും. വെള്ളിയാഴ്ച അയ്യപ്പൻ വിളക്കും ആഘോഷിക്കും. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് KA സുരേഷ്, സെക്രട്ടറി ബിനുമോൻ ഐക്കര, ചെയർമാൻ KV ജയരാജ്, കൺവീനർ നളിനാക്ഷൻ പൊയ്യമ്പറമ്പിൽ എന്നിവർ പങ്കെടുത്തു. ഇനി സ്വർണം നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 11,970 രൂപ, പവന് 95,760 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്,
സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. പുതുക്കാട് PSC ചോദ്യപേപ്പറുകൾ വഴിയോരത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കോഴിക്കോട് ജില്ലയിൽ നടന്ന PSC പരീക്ഷകളുടെ ചോദ്യപേപ്പറുകളാണ് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. അവിട്ടത്തൂരിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവതി മരിച്ചു. കൊറ്റനെല്ലൂർ പട്ടേപ്പാടം സ്വദേശി ആസിഫയാണ് മരിച്ചത്. ചേലക്കര ഉതുവടിയിൽ KSRTC ബസും സ്വകാര്യ ബസും കൂട്ടിയിടിച്ച് 13 പേർക്ക് പരിക്ക്. ദേശീയപാത മുരിങ്ങൂരിൽ വെള്ളക്കെട്ടിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത കുരുക്ക്. കനത്ത മഴയിൽ കയ്പമംഗലത്ത് വീട് തകർന്നു. ജില്ലയിൽ വ്യാഴാഴ്ച യെല്ലോ അലർട്ട്. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.